പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം മാത്രമല്ല, ഒപ്പം കോൺഗ്രസ് ബി.ജെ.പി. ഡീലുകളും ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ഡീലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമവിരുദ്ധ നിയമനങ്ങൾ നടത്തുക, വിവാദമായാൽ രാജിവെക്കുക. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായും പ്രസ് സെക്രട്ടറിയായും നിയമിക്കപ്പെട്ടത് കോൺഗ്രസ് ബി.ജെ.പി. ഡീലിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ജൂൺ 16 ഇന്നലെ ഒരു പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമന ഉത്തരവ് പുറത്തിറങ്ങി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി യു ഷൈജുവിനെയാണ് നിയമിച്ചത്. അത് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ഡീലിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ക്യാമ്പസുകളിലും മറ്റിടങ്ങളിലും പോസ്റ്ററായി പതിച്ചത് SIO എന്ന സംഘടനയാണ്. അതിനെ തുടർന്നാണ് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന മുദ്രാവാക്യം കേരളത്തിൽ ഉയർന്നത്. ആ സന്ദർഭത്തിൽ ഇന്ത്യയുടെ മോചനം മാനവരാശിക്ക് വേണ്ടി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാമിക രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ മുഴക്കിയത്. ആ സമയത്ത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന പോസ്റ്റർ പ്രചരണം നടക്കുന്ന സമയത്ത് SIO പ്രവർത്തന രംഗത്ത് നിരവധി ആളുകളെ അണിനിരത്തുകയുണ്ടായി. അങ്ങനെയൊരു SIOയുടെ പ്രവർത്തകനായിരുന്നു കായംകുളം SMS കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന യു ഷൈജു. അദ്ദേഹം പിന്നീട് SIOവിന്റെ സംസ്ഥാന ഭാരവാഹിയായി. പിന്നീട് അദ്ദേഹം മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറായും മാനേജ്മെന്റിന്റെ ഭാഗമായും പ്രവർത്തിച്ചു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി. ഈ നിയമനത്തിന്റെ പിന്നിൽ VD സതീശൻ മുൻകൈയെടുത്ത് നടത്തിയ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ട് ഉണ്ട് എന്നത് വ്യക്തമാണ്. ആ ഡീലിന്റെ ഭാഗമാണ് ഈ നിയമനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ 1-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി രംഗത്തിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഷൈജു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ് മത്സരിച്ചത്. അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പരാജയത്തിന് ഉത്തരവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാൾ കോൺഗ്രസ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്തിയത് ആലപ്പുഴയിലെ കോൺഗ്രസുകാരിൽ കടുത്ത അമർഷമുണ്ടാക്കി. അവർ KPCC പ്രസിഡന്റിന് കത്തയച്ചു. KPCC പ്രസിഡന്റ് ബന്ധു നിയമനത്തിൽ പ്രതിസ്ഥാനത്താണ്. KPCCക്ക് ഇപ്പോൾ നാഥനില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ കോൺഗ്രസ് ബി.ജെ.പി. ഡീലിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി കഴിഞ്ഞ SIR പ്രവർത്തനം ബി.ജെ.പിക്ക് വേണ്ടി വിടുപണി ചെയ്ത ഒരു IASകാരനെ നിയമിച്ചതിൽ പ്രതിസ്ഥാനത്താണ്. സംഘപരിവാറുമായി ബന്ധമുള്ള ഒരാളെ പ്രസ് സെക്രട്ടറിയായതിലും പ്രതിസ്ഥാനത്താണ്. ഇങ്ങനെ
ഇരുവർഗീയ ശക്തികളുമായി ചേർന്ന് കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് നാട് ഭരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അങ്ങേയറ്റ പ്രതിഷേധാർഹമായ ഒരു നടപടി കൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നിപ്പി അടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്ന സന്ദർഭത്തിൽ, രോഗം പടരുന്ന സമയത്ത് ഡോക്ടർമാരെയും നഴ്സുമാരെയും ആശുപത്രികളിൽ നിന്നും മാറ്റി ഭരണപരമായ ചുമതലകൾ ഏൽപ്പിക്കുന്നത് പ്രതിഷേധാർഹമായ കാര്യമാണ്. നേരത്തെ 2003 UDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ ഒരു ഉത്തരവ് അന്നിറക്കുകയുണ്ടായി. ആ ഉത്തരവിന്റെ കോപ്പിയാണിത്. 2003 ഈ ഉത്തരവിൽ പറയുന്നത്, ആരോഗ്യ രംഗത്തെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ളവരുടെ സേവനം ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെന്റ്, ലേബർ റൂം മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് ICU, സൈക്കാട്രിക് യൂണിറ്റ്, വാർഡ് മാനേജ്മെന്റ് തുടങ്ങിയ രോഗി പരിചരണ മേഖലയിലാണ് നഴ്സുമാരുടെ ഡ്യൂട്ടിയും ചുമതലയുമായി അന്ന് നിശ്ചയിച്ചത്. അറിയപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ അടക്കമുള്ള 2 ഡോക്ടർമാരെയും 2 പ്രധാനപ്പെട്ട നഴ്സുമാരെയും ഇവിടെ ആശുപത്രിയിൽ നിന്ന്, നെടുമങ്ങാടുള്ള ജില്ലാ ആശുപത്രിയിൽ നിന്നും കൊല്ലത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റു ചില സർക്കാർ ആശുപത്രികളിൽ നിന്നും ലൈസൻ ഓഫീസർമാരായി ഇല്ലാത്ത തസ്തികയിൽ നിയമനം നടത്തിയിരിക്കുകയാണ്. അന്നത്തെ ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, ആരോഗ്യ വകുപ്പിൽ നഴ്സുമാരുടെ സേവനം ഏകോപിപ്പിക്കാനായി അഡീഷണൽ ഡയറക്ടർ നഴ്സസ്, ഡെപ്യൂട്ടി ഡയറക്ടർ നഴ്സസ്, അസിസ്റ്റന്റ് ഡയറക്ടർ നഴ്സസ് എന്നീ തസ്തികകൾ ഇന്ന് DHSന്റെ ഓഫീസിലുണ്ട്. അവരവിടെ ജോലി ചെയ്യുന്നുമുണ്ട്. ഏകോപനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരെ ആ ഏകോപന ചുമതല കൊടുക്കാം. ഇല്ലാത്ത തസ്തികയിൽ എന്തിന് ആശുപത്രിയിലുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും എടുക്കുകയും രോഗികളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന നടപടി സ്വീകരിക്കേണ്ട കാര്യം? അപ്പൊ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തക്കാരെ നിയമിക്കാനും ഒപ്പം BJPയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായുള്ള നിയമനം നടത്താനുമാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.